സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി ഡീകോക്കിന്റെ തകർപ്പൻ സെഞ്ചുറി. പിന്നാലെ ഇന്ത്യൻ ബൗളർമാരുടെ മികച്ച പ്രകടനം. മറുപടി ബാറ്റിംഗിൽ ഇന്ത്യക്ക് വേണ്ടി ജയ്സ്വാളിന്റെ കിടിലൻ സെഞ്ചുറി. രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും തട്ട് തകർപ്പൻ ബാറ്റിംഗ്. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ മൂന്നാമത്തെ ഏകദിനത്തിൽ തകർപ്പൻ വിജയമാണ് ഇന്ത്യ നേടിയത്. 2-1 സീരീസ് ഇന്ത്യ സ്വന്തമാക്കുകയും ചെയ്തു. 20 മത്സരങ്ങൾക്ക് ശേഷം ടോസ് കിട്ടിയ ഇന്ത്യ സൗത്ത് ആഫ്രിക്കയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. ഡീകോക്ക് അവർക്ക് വേണ്ടി 89 പന്തിൽ 106 റൺസ് എടുത്തപ്പോൾ ബാവുമ 48, ബ്രീറ്റ്സ്കൈ 24, ബ്രവിസ് 29, മാർക്കോ ജാൻസൺ 17, കേശവ് മഹാരാജ് 20 എന്നിങ്ങനെയായിരുന്നു അവരുടെ പ്രധാന സ്കോറർമാർ. ഇന്ത്യക്ക് വേണ്ടി പ്രസിദ്ധ് കൃഷ്ണയും കുൽദീപ് യാദവും 4 വിക്കറ്റ് വീതം വീഴ്ത്തിയപ്പോൾ അർഷ്ദീപ് സിംഗും രവീന്ദ്ര ജഡേജയും ഓരോ വിക്കറ്റ് വീതം വീഴ്ത്തി. അങ്ങനെ 47.5 ഓവറിൽ 270 റൺസിന് സൗത്ത് ആഫ്രിക്ക ഓൾ ഔട്ടായി. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യ അനായാസമാണ് റൺസ് സ്കോർ ചെയ്തത്. ജയ്സ്വാൾ 121 പന്തിൽ 116 റൺസ് എടുത്തു. 2 സിക്സും 4 ഫോറും അടങ്ങുന്ന ഇന്നിംഗ്സ്. രോഹിത് ശർമ്മ 73 പന്തിൽ 2 സിക്സിന്റെയും 7 ഫോറിന്റെയും സഹായത്തോടെ 75 റൺസ് എടുത്ത് മടങ്ങിയപ്പോൾ ജയ്സ്വാളിനൊപ്പം വിരാട് കോഹ്ലി 45 പന്തിൽ 3 സിക്സിന്റെയും 6 ഫോറിന്റെയും സഹായത്തോടെ 65 റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു. വെറും 39.5 ഓവറിൽ ഒരേ ഒരു വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ഇന്ത്യ 271 റൺസ് എടുത്തു. 61 പന്തുകൾ ബാക്കി നിൽക്കെ 9 വിക്കറ്റിനായിരുന്നു ഇന്ത്യയുടെ വിജയം. 3 മത്സരങ്ങൾ അടങ്ങി പരമ്പര 2-1 ഇന്ത്യ സ്വന്തമാക്കുകയും ചെയ്തു. സീരീസിലുടനീളം 2 സെഞ്ചുറിയും 1 ഹാഫ് സെഞ്ചുറിയുമായി തകർപ്പൻ പ്രകടനം നടത്തിയ വിരാട് കോഹ്ലിയാണ് മാൻ ഓഫ് ദി സീരീസ്. സെഞ്ചുറി പ്രകടനത്തോടെ പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡിന് ജയ്സ്വാളും അർഹനായി.